ഹായ് മൈ ഡിയർ ഫാമിലി, എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്കിന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം ഒരു ഏത്തപ്പഴമാണ്. അധികം പഴുത്ത പഴമുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പഴം ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അവിക്കാനായിട്ട് വയ്ക്കാം. അതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് തണുത്ത ശേഷം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ എന്തായാലും നന്നായിട്ട് വിശക്കും. പല കുട്ടികളും പഴം കഴിക്കത്തുമില്ല. ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഞാനിവിടെ പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അധികം പഴുത്ത പഴമാണെങ്കിൽ കുറച്ചധികം ടേസ്റ്റ് കൂടും. ശേഷം ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം ആഡ് ചെയ്യാം. ഞാൻ തൽക്കാലം മധുരം ആഡ് ചെയ്യുന്നില്ല. ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ഇടിയപ്പത്തിൻ്റെ ആ ഒരു പരുവം ആകാൻ വേണ്ടിയിട്ടാണ്. അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കുക. ഈ സെക്ഷനിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇതിപ്പോൾ ചേർക്കുന്നത് നെയ്യാണ്. നെയ്യും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിച്ച് ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ആ സമയത്ത് നമുക്ക് വീണ്ടും ഒന്ന് അടുപ്പ് കത്തിക്കാം. നമുക്കൊരു ഫില്ലിങ് ഉണ്ടാക്കാനാണ്. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊന്ന് നെയ്യ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കാഷ്നട്ട്, കിസ്മിസ് അതൊക്കെ ഒന്ന് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ചേർക്കുന്നത് നമ്മുടെ നാളികേരമാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് ഡ്രൈ ആവണ്ട, എന്നാൽ അതിൻ്റെ ഒരു പച്ചപ്പില്ലേ തേങ്ങയുടെ അതൊന്ന് പോവുകയും വേണം. ആ പരുവം വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഇടാം. ഞാനിപ്പോൾ രണ്ടും ഇതിലോട്ട് ഇടുന്നില്ല കേട്ടോ. ഇതിലോട്ട് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇതുപോലെ അധികം മൂക്കാതെ എന്നാൽ തേങ്ങയുടെ വെള്ളമയോ എല്ലാം ഒന്ന് വറ്റുന്നവരെ മൂപ്പിച്ചെടുക്കുക. വീണ്ടും നമുക്കൊരു പാത്രം അടുപ്പ് വയ്ക്കാം. നമ്മുടെ ഇഡ്ഡലി പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ചെറുതായിട്ട് ഉരുട്ടി അതിനകത്തൊരു ഹോൾ പോലെ ഉണ്ടാക്കിയിട്ട് നമുക്കത് നമ്മുടെ ആ ഉണ്ടാക്കി വെച്ചിരുന്ന മിക്സിൽ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കില്ലേ അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ ചൂടായ വെള്ളത്തിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു ഇല വെച്ചിട്ടുണ്ട്. ഇതൊന്ന് സ്കിപ്പ് ചെയ്യാൻ വേണമെന്നുള്ളവർക്ക്, അല്ലാണ്ട് ഡയറക്റ്റ് ആ പാത്രത്തിലോട്ട് വെച്ച് കൊടുത്താലും മതി. ആവി പാത്രത്തിലോട്ട് ഞാൻ തൽക്കാലം ഒരു ഇല വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി വെക്കുന്ന ആ തട്ട് വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. ഒരു 15 മിനിറ്റിനകം അതൊന്ന് വെന്ത് കിട്ടും. കാരണം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊട്ടിച്ച് വെച്ചിടാം. അകത്തെ ഫില്ലിംഗ് എല്ലാം അതുപോലെ ഇരിപ്പുണ്ട്. കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ വയറൊക്കെ നന്നായിട്ട് ഫില്ലാവുകയും ചെയ്യും. അത് വൈകിട്ട് 4 മണി പലഹാരമായിട്ട് മാത്രമല്ല, കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലും നമുക്ക് കൊടുത്തു വിടാം. ഈസിയാണ് ഉണ്ടാകാനായിട്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കരുത്. താങ്ക് യു.